ഹലോ, ഞാനിന്ന് കക്കയിറച്ചി, ചക്കക്കുരു, തക്കാളി, മുരിങ്ങാക്കോല് ഇതെല്ലാം കൂടെ വറുത്തരച്ച് നല്ല അടിപൊളി പൊട്ടിക്കറി വെക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുക്കണത്. അപ്പം ഞാൻ ഫസ്റ്റ് ചക്കക്കുരുവും പച്ചമുളകും കൂടെ ഇട്ട് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും, ഒരു പാതി വേവായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. പിന്നെ കക്കയും ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി, മുരിങ്ങാക്കോല് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഞാൻ ചെയ്തത് കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേക്കും നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, ഒരല്പം കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അപ്പോഴേക്കും നല്ലൊരു അടിപൊളി വറുത്തര റെഡിയായി. അപ്പോൾ നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ വറുത്തരച്ച് അരപ്പിട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ചാറൊക്കെ പറ്റി വരുമ്പോഴേക്കും നമ്മൾ സാധാ പോലെ തന്നെ നമുക്ക് കടുക്, കറിവേപ്പില, ചുവന്നുള്ളി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ വറുത്ത് താളിച്ചിടാം. എന്നിട്ട് ചാറൊന്നും അത്യാവശ്യം ഒത്തിരി വറ്റിപ്പോകേണ്ട കാര്യം, ഇത് കഴിയുമ്പോൾ നമുക്ക് ചാറൊന്ന് കുറുകും. അപ്പോൾ ഒരു മീഡിയം ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോഴേക്കും കറി ഒന്ന് നന്നായിട്ട് കുറുകി വരും. നമ്മൾ ഈ പോട്ടിക്കറി, കൊടലുകറി എന്നൊക്കെ പറയില്ലേ, ഈ പോട്ടിക്കറി കഴിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക്. കക്കയും ചക്കക്കുരുവൊക്കെ തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റാണേ. പണ്ട് വീട്ടിൽ കക്കയിറച്ചിയും ചക്കക്കുരുവും കൂടെ ഇട്ട് വറുത്തരച്ച് വെച്ച് തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ കറി, അല്ലെങ്കിൽ പൊതുവേ എനിക്ക് കക്കയിറച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈ ചെയ്യണതും സാധാരണ പോലെയൊക്കെ കറിയാക്കി എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ചക്കക്കുരും അതേപോലെ തന്നെ മുരിങ്ങാക്കോലൊക്കെ കഴിക്കാനായിട്ട് ഇപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെയെന്ന് വെച്ചാൽ വറുത്തരച്ച അരപ്പും എല്ലാം കൂടെ ആകുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, ബായ്.